സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഖിലൻ നായർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. പുള്ളിയുടെ കണ്ടന്റ് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് സത്യാവസ്ഥ. കൂടാതെ യൂട്യൂബിൽ ഏകദേശം 49 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 1.8 മില്യൺ ഫോളോവേഴ്സും ഉണ്ട്. പുള്ളിയുടെ ജീവിതത്തിൽ ഒരു മോശം ദുരനുഭവം ഉണ്ടായേക്കാണ്. ദുരനുഭവത്തിന് കാരണം പുള്ളിയുടെ ഭാര്യ തന്നെയാണ്. അതായത് ഏതോ ഒരു ബസ് ഡ്രൈവറിന്റെ ഒളിച്ചോടി. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. കൂടാതെ ഇവർ തമ്മിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇതുപോലത്തെ പങ്കാളി നമുക്കും കിട്ടിയെങ്കിലെന്ന്. കാരണം അതുപോലത്തെ കണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നു അവരുടെ. പക്ഷെ റീല് വേറെ, റിയാലിറ്റി വേറെ എന്ന് ഇവിടെ തെളിഞ്ഞിരിക്കണേണ്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഇല്ലേ, ഇതാണ് ആ വീഡിയോ. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ ഒപ്പമാണ് പുള്ളിക്കാരി ഒളിച്ചോടിയത്. പൊതുവെ സമൂഹം പറയുന്നൊരു കാര്യമാണല്ലോ, പെൺകുട്ടികൾ പണമുള്ളവരെ നോക്കിയാണ് സ്നേഹിക്കുന്നത്, പണമില്ലാത്തവരെ സ്നേഹിച്ചാൽ നല്ലൊരു വ്യക്തിയെ കാണുമ്പോൾ അവനെ തേച്ചിട്ട് പോകുമെന്ന്. പക്ഷെ അത് തെറ്റായൊരു ധാരണയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ കേസ് തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. അഖിലൻ നാർജനെ സംബന്ധിച്ചോളം ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയ ഒരു വ്യക്തി. പക്ഷെ ബസ് ഡ്രൈവറെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. ബസ് ഡ്രൈവർ ഒരു ദിവസം ഉണ്ടാക്കുന്നതിന്റെ ഒരു 10,000 മടങ്ങ് ഈ അഖിലൻ നാർജി ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ടാവും. എന്നിട്ടും പുള്ളിയുടെ ജീവിതത്തിൽ ഇത്തരം മോശം ദുരനുഭവം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് പണമോ പ്രതാപമോ ഒന്നുമല്ല. നമ്മളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നല്ലൊരു പങ്കാളിയെ കിട്ടുക എന്നതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യമാരെ ഇന്നും ഉപദ്രവിക്കുന്നവർ ഈ വീഡിയോ കാണണം. കാരണം അവരെന്നിട്ടും നിങ്ങളുടെ കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹവും കരുതലും ഉള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഒരാളോട് ഇഷ്ടം തോന്നിയാൽ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് നേടിയിട്ട് വേണം മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ. കാരണം ഇപ്പൊ ഭാര്യ തെറ്റ് ചെയ്താൽ അത് ഭർത്താവിനെയും, ഭർത്താവ് തെറ്റ് ചെയ്താൽ അത് ഭാര്യനെയും ബാധിക്കും. അവർക്ക് കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, അവരുടെ ഫ്യൂച്ചർ ലൈഫ് തന്നെ തീർന്നെന്ന് പറയുന്നതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ദുഃഖമോ ദുരനുഭവമോ ഉണ്ടാകരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.